ഇത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല അക്ഷിതേ. ഇവർക്ക് നിന്നേക്കാൾ വലുത് ഈ ഇവളിവിടെ നിൽക്കട്ടെ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഇവള്, രണ്ടിലൊരാൾ മതി ഈ വീട്ടില്. എന്റെ മുന്നിൽ വെച്ച് ദുർഗയെ തല്ലാൻ നോക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതെവിടെ പോന്നു? അവര് കാര്യം പറയുന്നത് കേട്ടില്ലേ? ഇവിടെ നിൽക്ക്. എന്നിട്ട് നിങ്ങൾ പിന്നെ ഇത് ആവർത്തിച്ചോണ്ടിരിക്കുക. അതൊട്ടും നല്ലതിനല്ല. നിന്നെ ഞാൻ ഏയ് കിരൺ, ഞാൻ ദുർഗയെ തല്ലിയ നീ എന്നെ കൊല്ലോ? എങ്കിലതൊന്നും അറിയണമല്ലോ. ഒന്ന് നിർത്താമോ? ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? എന്തിനാ ഇങ്ങനെ എല്ലാവരോടും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? പൂർണ്ണിമ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. ദുർഗ അഷിയെ തല്ലിയത് പൂർണ്ണിമ അറിഞ്ഞില്ലേ? ഓ, അതിനാണോ ഇത്രയും വലിയ ബഹളം? ദുർഗയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. അതാ അതിന്റെ ശരി. അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. ആ സമയത്ത് ദുർഗ അഷിതെ തല്ലിയില്ലായിരുന്നെങ്കിലേ ഞാൻ ഇവളെ തല്ലിയേനെ. പൂർണിമ തല്ലിയ അത് ഞങ്ങൾ പോട്ടേന്നങ്ങ് വെക്കും. കാരണം പൂർണിമയ്ക്ക് അതിനുള്ള അവകാശമുണ്ട്. പൂർണിമയുടെ അനിയന്റെ ഭാര്യയല്ലേ ഇവള്. എന്നേക്കാൾ അവകാശം ദുർഗയ്ക്കുണ്ടല്ലോ. അഷിത ദുർഗയുടെ അനിയത്തിയല്ലേ? നിങ്ങളെല്ലാം ഒരേ കുടുംബമല്ലേ? അങ്ങനെ പറയല്ലേ. ഇവള് ഞങ്ങളുടെ കുടുംബത്തിലൊന്നുമല്ല. ഞങ്ങൾ അങ്ങനെ കരുതിയിട്ടുമില്ല. ബന്ധങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. നിങ്ങളിപ്പോ ദേഷ്യത്തിൽ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ സംസാരിച്ചാ നമ്മൾ എങ്ങും എത്തില്ല. കുറച്ചു സമയം സമാധാനായിട്ടൊന്നിരിക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പൂർണിമേ, എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. നിങ്ങളുടെ അനിയൻ പൃഥ്വി കല്യാണം കഴിച്ചത് അഷിതയല്ലേ? പിന്നെന്താ അവൾക്കില്ലാത്ത പ്രാധാന്യം ദുർഗയ്ക്ക് കൊടുക്കുന്നേ? അവൾക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? ഇത് ഞാനും കുറെ പ്രാവശ്യം ചോദിച്ചതാ. ഈ വീട്ടിലെ പലരും ചോദിച്ചു. ഇതിന് മാത്രം ആരും ഒരു ഉത്തരവും തന്നില്ല. അഷിതേ, നീ തെറ്റ് ചെയ്തിട്ടാ ദുർഗ നിന്നെ തല്ലിയത്. അതിന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ വഷളാക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞ എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമാവുന്നേ? പൃഥ്വി എന്നെ 4 ആൾ അറിഞ്ഞ് ഈ വീട്ടിലെ മരുമകളായി താലി കെട്ടി കൊണ്ടുവന്നതാ. പക്ഷെ ഇവളോ വീട്ടിൽ പോലും പറയാതെ ഒളിച്ചോടി കല്യാണം നടത്തി തെണ്ടി തിരിഞ്ഞ് കേറി വന്നതാ. അതും ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ഊരും പേരും അച്ഛനും അമ്മയും ആരാന്ന് പോലും അറിയാത്ത ഇവന്റെ കൂടെ. ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എന്നെക്കാൾ അധികാരവും ആദരവും കൊടുക്കാനും മാത്രം എന്ത് മഹാകാര്യം ഇവര് ചെയ്തേ? ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞതാ. ഇത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല അക്ഷിതേ. ഇവർക്ക് നിന്നേക്കാൾ വലുത് ഈ ഇവളിവിടെ നിൽക്കട്ടെ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഇവള്, രണ്ടിലൊരാൾ മതി ഈ വീട്ടില്. ആര് വേണമെന്ന് പൂർണിമ തന്നെ തീരുമാനിച്ചാ മതി. ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷേ അതിന് കുറച്ചുകൂടെ സമയം വേണം. അത് കഴിഞ്ഞേ പോവാൻ പറ്റൂ. അതിനെന്തിനാ നിനക്ക് കുറച്ച് സമയം? മുഹൂർത്തം എന്തെങ്കിലും ആവാനുണ്ടോ? അതെ,
അതൊന്നും പറ്റില്ല. ഇന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. എന്തിനു നിങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കുന്നേ? കുറച്ച് സമയം കൊടുക്കാനല്ലേ അവര് പറഞ്ഞോളൂ. അത് കഴിയുമ്പോ പൊയ്ക്കോളെന്ന് അവര് പറഞ്ഞില്ലേ? കണ്ടോ, അവളെ പറഞ്ഞപ്പോ പൊള്ളിയത് കണ്ടോ? ഹ, ഇതാ ഞാൻ പറഞ്ഞേ, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന്. ആരും ഇനി ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഇവളുള്ള ഈ വീട്ടില് ഞാൻ ഇനി താമസിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. അഷി, അഷി, നീ എന്താ പറയുന്നത് നിനക്കറിയാവോ? പൃഥ്വി ഒന്നും പറയണ്ട. എനിക്ക് ഇനിയും എല്ലാം സഹിച്ചിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്റെ അമ്മയുടെ കൂടെ പോവാ. ഞാൻ എന്റെ ഡ്രസ് ഒന്ന് എടുത്തോട്ടെ. ഏയ് അഷി, അഷി, ഞാൻ പറയുന്നു കേക്ക്. അഷി, അഷി, അഷിത നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. മോളെ, അശി, മോളെ, മഹേട്ടൻ വന്നേ, അവളോടൊന്ന് സംസാരിക്കാം. വാ. അഷി, എടാ താൻ എന്തീ കാണിക്കുന്നത്? എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ശ്ശെ, മോളെ, അഷി, ഇങ്ങനെ എടുത്ത് ചാടി തീരുമാനം എടുക്കല്ലേ. വേണ്ട മോനെ, അവളെ തടയണ്ട. അവൾ ഞങ്ങളുടെ കൂടെ വരുന്നതാ നല്ലത്. ശ്ശെ, എന്താ അമ്മ ഇത്? അഷിത ഇങ്ങനെ എടുത്ത് ചാടി ഓരോന്നും ചെയ്യുമ്പോ നിങ്ങൾ വേണ്ട പറഞ്ഞു തിരുത്താൻ. ഈ സമയത്ത് ഇങ്ങനെ അഷിതയ്ക്കൊപ്പം നിങ്ങളും പറഞ്ഞാ എന്ത് ചെയ്യും? അങ്ങനെയല്ല മോനെ, എന്റെ മോളെ ഈ വീട്ടിൽ വന്ന് കയറിയത് പിന്നെ ഇവൾക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ആ ദുർഗ ഇവിടെ ഉണ്ടാവുന്നത്രയും നാള് അതിന് കിട്ടാനും പോകുന്നില്ല. അവളും കിരണും എന്നിവിടുന്ന് പോകുന്നോ അന്ന് ഞാൻ എന്റെ മോളെ ഇവിടെ കൊണ്ടുവിടാം. അത് മതി.